നമസ്കാരം, മീഡിയ ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അമൃത. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന LDF സ്ഥാനാർത്ഥികൾ പത്രിക സമർപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്തിൽ CPIM സ്ഥാനാർത്ഥികൾ 9 ഡിവിഷനിലും CPI 5 ഡിവിഷനിലുമാണ് മത്സരിക്കുന്നത്. അവണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന UDF സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. ആനക്കല് സെന്ററിൽ നിന്ന് പ്രവർത്തകർ പങ്കെടുത്ത പ്രകടനത്തോടെയാണ് പത്രിക സമർപ്പണം നടന്നത്. വല്ലച്ചിറ ഗ്രാമപഞ്ചായത്തിലെ 16 വാർഡുകളിലെ UDF സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. വാർത്തകൾ വിശദമായി. ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന LDF സ്ഥാനാർത്ഥികൾ പത്രിക സമർപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്തിൽ CPIM സ്ഥാനാർത്ഥികൾ 9 ഡിവിഷനിലും CPI 5 ഡിവിഷനിലുമാണ് മത്സരിക്കുന്നത്. അതാത് ഡിവിഷനുകളും സ്ഥാനാർത്ഥികളും ഇങ്ങനെ: അമ്മാടം ഡിവിഷൻ സെബി ജോസഫ് പെല്ലിശ്ശേരി, പള്ളിപ്പുറം മിനി വിനയൻ, ഊരകം KB പ്രജിത്ത്, അവണിശ്ശേരി PM ഭരതൻ, ചൊവ്വൂർ PS വനജ, എട്ടുമുന ഷക്കീല അമീർ, ചാത്തക്കുടം TN ജയശങ്കർ, വല്ലച്ചിറ VP രാജേഷ്, പെരിഞ്ചേരി ഷീബ ലോഹിതാക്ഷൻ എന്നിവരാണ് പത്രിക സമർപ്പിച്ച CPIM സ്ഥാനാർത്ഥികൾ. വെങ്ങിണിശ്ശേരി ഡിവിഷനിൽ സുഭാഷ് മാരാത്ത, കൊടനൂർ K പ്രമോദ്, പാലശ്ശേരി ജോസി ഫിലിപ്പ്, ആറാട്ടുപുഴ സൗദാമിനി ടീച്ചർ, ചേർപ്പ് ശോഭന കള്ളിയത്ത് എന്നിവരാണ് പത്രിക സമർപ്പിച്ച CPI സ്ഥാനാർത്ഥികൾ. അവണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന UDF സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. ആനക്കല്ല് സെന്ററിൽ നിന്ന് പ്രവർത്തകർ പങ്കെടുത്ത പ്രകടനത്തോടെയാണ് പത്രിക സമർപ്പണം നടന്നത്. കോൺഗ്രസ് അവണിശ്ശേരി മണ്ഡലം പ്രസിഡന്റ് പ്രിയൻ പെരിഞ്ചേരി സ്ഥാനാർത്ഥികളെ ഷോൾ അണിയിച്ചു. അതുപോലെ തന്നെ നമ്മുടെ പഞ്ചായത്തിന്റെ മൊത്തം തന്നെ നടന്നുകൊണ്ട് ഒരു ശുഭപ്രതീക്ഷയുള്ള ഭരണം നമ്മൾ കാഴ്ചവെക്കുമെന്നുള്ള ഉറപ്പോടുകൂടി തന്നെ നമ്മളിതാ നോമിനേഷൻ കൊടുക്കാൻ പോകുകയാണ്. എല്ലാ സ്ഥാനാർത്ഥികൾക്കും എല്ലാവിധ അഭിവാദനങ്ങൾ നൽകിക്കൊണ്ട് UDF അവണിശ്ശേരി സെൻട്രൽ കമ്മിറ്റി ചെയർമാൻ KP അനൂപ് അധ്യക്ഷനായി. എല്ലാ സ്ഥാനാർത്ഥികളും വളരെയധികം സന്തോഷത്തിലും പ്രവർത്തകർക്ക് വളരെയധികം ആഹ്ലാദത്തിലാണ്. നമുക്ക് സ്ഥായിയായിട്ട് നമ്മൾ കഴിഞ്ഞ 6 മാസക്കാലമായി ഈ ദിവസത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ്. ഓരോ വാർഡുകളിലും ഐക്യകണ്ഠേനയായിട്ട് വിജയസാധ്യതയുള്ള അടിസ്ഥാനത്തിൽ മാത്രം നമ്മൾ സ്ഥാനാർത്ഥികളെ തിരഞ്ഞെടുത്തു. തൃശ്ശൂർ ജില്ലയിൽ തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവണിശ്ശേരിക്ക് വളരെയധികം സന്തോഷം നൽകുന്നത് തൃശ്ശൂർ ജില്ലയിൽ ഐക്യകണ്ഠേന 16 വാർഡ് സ്ഥാനാർത്ഥികളും 3 ബ്ലോക്ക് സ്ഥാനാർത്ഥികളും പ്രഖ്യാപിച്ചത് അവണിശ്ശേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയാണെന്നുള്ളത് വളരെ സന്തോഷത്തോടുകൂടി ഞാൻ ഈ അവസരത്തിൽ പറയുകയാണ്. മുതിർന്ന നേതാക്കളായ KR ശ്രീനിവാസൻ, CK നന്ദകുമാർ, രാജൻ നടുവിൽ, MR രാമകൃഷ്ണൻ, NP ശ്രീജിത്ത്, സുനിൽ വടക്കൂട്ട്, നന്ദൻ പാറമേൽ എന്നിവർ സ്ഥാനാർത്ഥികൾക്കൊപ്പം ഉണ്ടായിരുന്നു. ആകെയുള്ള 16 വാർഡുകളിലെ സ്ഥാനാർത്ഥികളാണ് പത്രിക സമർപ്പിച്ചത്. വല്ലച്ചിറ ഗ്രാമപഞ്ചായത്തിലെ 16 വാർഡുകളിലെ UDF സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. വാർഡുകളും സ്ഥാനാർത്ഥികളും യഥാക്രമം ഇങ്ങനെയാണ്: വാർഡ് 1 ഓമന ശ്രീനിവാസൻ, 2 രശ്മി രതീഷ്, 3 സിയ രാജു, 4 സിജോ എടപ്പള്ളി, 5 ദീപ ഉണ്ണി, 6 അനിത ശിവൻ, 7 വത്സൻ ഞെരുവിശ്ശേരി, 8 രവി ചക്കോത്ത്, 9 മായ മനോജ്, 10 നബീസ റഫീഖ്, 11 ബെന്നി തെക്കിനിയത്ത്, 12 K രവീന്ദ്രനാഥൻ, 13 വിൽസൺ പിടിയത്ത്, 14 NV ജയരാജ്, 15 മാലിനി ടീച്ചർ, 16 വാർഡിൽ ഡെൻസൺ വല്ലച്ചിറക്കാരൻ എന്നിവരാണ് സ്ഥാനാർത്ഥികൾ. ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ചേർപ്പ് പടിഞ്ഞാട്ടുമുറി 17-ാം വാർഡിൽ കോൺഗ്രസിന്റെ തിരഞ്ഞെടുപ്പ് കമ്മിറ്റി രൂപീകരിച്ചു. കോൺഗ്രസ് സ്ഥാനാർത്ഥി PS ഫൈസലിന്റെ തിരഞ്ഞെടുപ്പ് വിജയത്തിനായി 51 അംഗ തിരഞ്ഞെടുപ്പ് കമ്മിറ്റിയാണ് രൂപം നൽകിയത്.
KPCC മുൻ ട്രഷറർ KK കൊച്ചുമുഹമ്മദ് രൂപീകരണ യോഗം ഉദ്ഘാടനം ചെയ്തു. ചേർപ്പ് മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് K രാമചന്ദ്രൻ അധ്യക്ഷനായി. DCC എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം KK അശോകൻ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ TN ഉണ്ണികൃഷ്ണൻ, ചേർപ്പ് ബ്ലോക്ക് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് ജോർജ് ആൻഡോ, സംസ്കാര സാഹിതി ജില്ലാ സെക്രട്ടറി ഷെഫി കൊട്ടാരത്തിൽ എന്നിവർ സംസാരിച്ചു. തുടർന്ന് 51 കമ്മിറ്റി യോഗം തെരഞ്ഞെടുത്തു. ചെയർമാൻ PM അലി, ജനറൽ കൺവീനർ CM കരീം, ട്രഷറർ PS നാസർ എന്നിവരാണ് പ്രധാന ഭാരവാഹികൾ. മുഖ്യ രക്ഷാധികാരികളായി KK അശോകൻ, PN നാരായണൻകുട്ടി, MA അബ്ദുൽ ജലീൽ, സൈനുദ്ദീൻ എന്നിവരെ തെരഞ്ഞെടുത്തു. PK ശിവൻ, KH നൌഷാദ്, KM മൌസാൽ എന്നിവർ വൈസ് ചെയർമാൻമാരും, PV റഫീഖ്, VA സുബിത, AS നസീർ, VI ബദ്രുദ്ദീൻ, AK അഭിലാഷ് എന്നിവരെ ജോയിന്റ് കൺവീനർമാരായും തെരഞ്ഞെടുത്തു. തൃശൂരിൽ തിയേറ്റർ നടത്തിപ്പുകാരൻ സഞ്ചരിച്ച കാർ തടഞ്ഞു നിർത്തി ആക്രമണം. തിയേറ്റർ നടത്തിപ്പുകാരനും ഡ്രൈവർക്കും വെട്ടേറ്റു. തൃശൂരിലെ പ്രമുഖ തിയേറ്ററായ രാഗത്തിന്റെ നടത്തിപ്പുകാരൻ സുനിൽ, കാർ ഡ്രൈവർ അജീഷ് എന്നിവർക്കാണ് വെട്ടേറ്റത്. വ്യാഴാഴ്ച രാത്രി 10 മണിയോടെ തൃശൂർ വെളപ്പായയിൽ സുനിലിന്റെ വീടിന് മുന്നിൽ വെച്ചായിരുന്നു ആക്രമണം. സുനിലിന്റെ വീടിന് മുൻപിൽ വെച്ച് ഗേറ്റ് തുറക്കാൻ കാറിൽ നിന്ന് ഇറങ്ങുന്നതിനിടയിലാണ് ആക്രമണമുണ്ടായത്. ഇരുട്ടിൽ പതിയിരുന്ന 3-അംഗ സംഘം വാളുപയോഗിച്ച് ഇരുവരെയും വെട്ടി പരിക്കേൽപ്പിക്കുകയായിരുന്നു. സുനിലിന്റെ കാലിനും ഡ്രൈവറുടെ കൈക്കുമാണ് വെട്ടേറ്റത്. നിലവിളിച്ച ഇരുവരും ആക്രമണത്തെ പ്രതിരോധിക്കാൻ ശ്രമിച്ചതോടെ അക്രമി സംഘം ഓടി രക്ഷപ്പെട്ടു. സുനിലിന്റെ മതിലിൽ സ്ഥാപിച്ചിരുന്ന CCTVയിൽ അക്രമി സംഘത്തിന്റെ ദൃശ്യങ്ങൾ വ്യക്തമായിട്ടുണ്ട്. പരിക്കേറ്റ ഇരുവരെയും ആദ്യം തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കും പിന്നീട് തൃശൂർ ദയ ആശുപത്രിയിലേക്കും മാറ്റി. ഇരുവരുടെയും പരിക്ക് ഗുരുതരമല്ല. സുനിൽ കഴിഞ്ഞ 10 വർഷത്തോളമായി രാഗം തിയേറ്റർ വാടകയ്ക്കെടുത്ത് നടത്തുകയാണ്. കൊട്ടേഷൻ സംഘമാണ് ആക്രമണത്തിന് പിന്നിലെന്നാണ് പ്രാഥമിക നിഗമനം. പ്രതികളെ പിടികൂടുന്നതിനായി മെഡിക്കൽ കോളേജ് പോലീസ് അന്വേഷണം ഊർജിതമാക്കി. ഇനി ഞങ്ങൾക്കും പറയാനുണ്ട്. ഇന്ന് ഞങ്ങൾക്കും പറയാനുണ്ട് ടീം എത്തിയിരിക്കുന്നത് വല്ലച്ചിറ ഗ്രാമപഞ്ചായത്തിലാണ്. വല്ലച്ചിറ ഗ്രാമപഞ്ചായത്തിൽ തെരഞ്ഞെടുപ്പ് ചൂടിങ്ങനെ ചൂട് പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. വല്ലച്ചിറ ഗ്രാമപഞ്ചായത്തിൽ കഴിഞ്ഞ ഒരു 5 വർഷം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് അങ്ങ് നോക്കിക്കാണുന്നത്? വല്ലച്ചിറ ഗ്രാമപഞ്ചായത്ത് സത്യത്തിൽ ഒരു കാർഷിക മേഖലയാണ് ഈ പഞ്ചായത്ത്. ഈ കാർഷിക മേഖലയിൽ ഇപ്പോഴും നിരവധി ഏക്കർ കണക്കിന് സ്ഥലം തരിശായി എടുക്കുകയാണ്. ഇവിടെ ഒന്നും തന്നെ ചെയ്യാനായിട്ട് കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഒരു സത്യം. പഞ്ചായത്ത് ഭരണകൂടം ഭരിക്കുമ്പോൾ കർഷകർക്ക് വേണ്ടി കാര്യമായി ചെയ്യുമെന്നൊക്കെ പറഞ്ഞിട്ട് വന്നപ്പോൾ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ആ പ്രതീക്ഷയ്ക്കനുസരിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഉയരാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് കാർഷിക മേഖലയിൽ. പിന്നെ നമ്മുടെ ആരോഗ്യ മേഖലയിലായാലും തന്നെ നമുക്ക് 1973 സ്ഥാപിച്ച പൊളിക്കൽ ഗോവിന്ദൻകുട്ടി നായർ മെമ്മോറിയൽ, അവിടെ അത് കുടുംബാരോഗ്യ കേന്ദ്രമാക്കി എന്നല്ലാതെ അവിടെ വേണ്ട രീതിയിൽ ജനങ്ങൾക്ക് ഒരു 200-210 രോഗികൾ വരുന്ന ഒരു സ്ഥലമാണ് ഡെയിലി. പക്ഷേ അതിന് വേണ്ട സംവിധാനങ്ങൾ ഉണ്ടാക്കാനായിട്ട് ഭരണകൂടത്തിന് കഴിഞ്ഞില്ല. 5 വർഷമല്ല 10-30 വർഷക്കാലം ഇവിടെ തുടർച്ചയായിട്ട് ഭരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് ഈ വല്ലച്ചിറ ഗ്രാമപഞ്ചായത്ത്. ഇടതുപക്ഷത്തിൻ്റെയാണ്. പക്ഷേ അതിൽ ജനങ്ങൾക്ക് ഭയങ്കര അമർഷമുണ്ട്. കാരണം കാർഷിക മേഖലയിലും ഒന്നും പരാജയം, ആരോഗ്യ മേഖലയിൽ നമുക്കറിയാലോ ഇന്ന് ദൈനംദിനമായിട്ട് പകർച്ചവ്യാധികളും ഒക്കെ വരുന്ന സംവിധാനത്തിൽ കൊതുക് ശല്യം, അത് വെള്ളക്കെട്ട്, ഇതൊക്കെ ഒട്ടനവധി പല സ്ഥലങ്ങളും കെട്ടിക്കിടക്കുകയാണ്. ആ കൂടി ചെയ്തു എന്ന് പറയാനുള്ളത് റോഡ് ടാർ ചെയ്തു എന്ന് വേണമെങ്കിൽ അവകാശപ്പെടാം. കുടിവെള്ളക്ഷാമത്തിനെ നേരിടുന്ന പ്രദേശമല്ലേ? കുടിവെള്ളക്ഷാമം ഉള്ള പ്രദേശമാണ്. ഒരു പഞ്ചായത്തിന് അവകാശപ്പെടാൻ പറ്റാത്ത 2 നദികൾ ഈ ഗ്രാമപഞ്ചായത്തിൽ കൂടി ഒഴുകി പോകുന്നുണ്ട്. പക്ഷെ അത് വേണ്ട രീതിയിൽ ഇപ്പോഴും ഉപയോഗപ്പെടുത്താനായിട്ട് ഭരണകൂടത്തിന് കഴിഞ്ഞില്ല എന്നുള്ളതാണ്. കലാഗ്രാമമാണ്. ഒരു കലാഗ്രാമമായിട്ട് പോലും ഇപ്പോൾ 65 വർഷമായിട്ട് ഇവിടെ ഓണാഘോഷം നടത്തുന്നതാണ്. നാട്ടുകാരാണ് നടത്തുന്നത്, പഞ്ചായത്തിൻ്റെ പേരിലാണ് നടത്തുന്നതെന്നുണ്ടെങ്കിൽ നാട്ടുകാരെ കമ്മിറ്റിയാണ് നടത്തുന്നത്. പക്ഷേ എന്നിട്ട് പോലും നമുക്ക് ഓടാനോ ചാടാനോ ഇവിടുത്തെ യുവാക്കൾക്ക് സ്പോർട്സ് ഐറ്റംസ് മറ്റുള്ള പഞ്ചായത്തിനെ ആശ്രയിക്കേണ്ട ഒരു ഗതികേടാണ് ഇന്നും നിലനിൽക്കുന്നത്. മൈതാനങ്ങളില്ലാന്നാണോ? നിലവിലൊരു മൈതാനമുണ്ട്. വർഷങ്ങളോളമായിട്ട് അവിടെ ലക്ഷക്കണക്കിന് രൂപ ചിലവാക്കുന്നുണ്ട്. പക്ഷെ വേണ്ട രീതിയിൽ ആ മൈതാനത്തെ തയ്യാറാക്കാനായിട്ട് ഈ വല്ലച്ചിറ ഭരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കഴിഞ്ഞില്ല എന്നുള്ളത് നമുക്ക് അവിടെ പോയി കണ്ട മനസ്സിലാക്കാനും കഴിയും. ഇന്നും യുവാക്കൾ ഓടാനും ചാടാനും സ്പോർട്സ് ഐറ്റം എന്ത് ചെയ്യാനും മറ്റുള്ള പഞ്ചായത്തുകളെ ആശ്രയിക്കേണ്ട ഒരു ഗതികേട് ഇന്നും വല്ലച്ചിറയിൽ നിലനിൽക്കുന്നു. അപ്പോൾ യുവാക്കൾക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒരു സാംസ്കാരിക നിലയം ഇവിടെ ഇല്ല.
ഇത്രയും സാംസ്കാരിക സമ്പന്നമായ ഒരു വല്ലച്ചിറയിൽ സാംസ്കാരിക നിലയമില്ല. അതായത് സംഗീതം പഠിക്കാനോ അല്ലെങ്കിൽ ക്ഷേത്ര കലാഗ്രാമമായിട്ട് പോലും അത് പഞ്ചായത്ത് ഭരണത്തിന് കഴിഞ്ഞില്ല എന്നുള്ളതാണ്. അങ്ങനെ നിരവധി വിഷയങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ ജനങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ജനം ബോധവാന്മാരാണ് ഇന്ന് പൊതുജനങ്ങൾ കൂടുതലും. കാരണം സോഷ്യൽ മീഡിയയുടെയും എല്ലാവരുടെയും ഉണ്ടല്ലോ. അതിൻ്റെ ഭാഗമായിട്ട് ജനം ഒരു വിധി എഴുതും. 100% ജനം ആഗ്രഹിക്കുന്ന ഒരു വിധി ഇവിടെ ഉണ്ടാവുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഇലക്ഷൻ്റെ കാര്യം എന്നല്ല, ഞങ്ങൾ ഇവിടെ വല്ലച്ചിറ ഓണാഘോഷം എന്ന് പറഞ്ഞാൽ 64 വർഷം 64 ശരിക്കും 64 വർഷമായിട്ടുണ്ട്. 2 വർഷമായിട്ട് കൊറോണയും പ്രളയമായിട്ടും മുടങ്ങി. അപ്പോൾ 62 കഴിഞ്ഞിപ്പോൾ വരുന്നത് 63-ാമത്തെയാണ്. ഇത്രയും വർഷമായിട്ട് ലോകത്തിൽ സ്ഥലത്തില്ലാത്ത ഒരു ആഘോഷമാണ് ഇവിടെ നടക്കുന്നത്. 2 മാസത്തെ ആഘോഷമാണ് നടക്കുന്നത്. ഇവിടെ ഓടാനും ചാടാനും ഒരു ഗ്രൗണ്ട് പോലും ഇല്ല. ഇത്രയും കലാപരമായ ഒരു നാടായിട്ട് അതിന് ഈ പഞ്ചായത്തിന് പറ്റിയ ഏറ്റവും വലിയ അബ്ദാണ്. അവിടെ ചാടാനും ഓടാനും ചെയ്യുന്നതിനും മുന്നേ അവർ അവിടെ ആകെ മുന്നിൽ ചെയ്തത് ഇരിക്കാനുള്ള സ്ഥലം ഉണ്ടാക്കി വെച്ചാൽ കളിക്കാനുള്ള ഗ്രൗണ്ട് ഉണ്ടായിട്ടോണ്ടേ ഇരിക്കാനായിട്ട് ആദ്യം തന്നെ അതല്ല ചെയ്തവർ. അത് പഞ്ചായത്തിൻ്റെ ഏറ്റവും വലിയ പരാജയമാണ്. കിട്ടിയിട്ടില്ല. അതായത് ഇവിടെ ഓടാനും ചാടുന്നു വേറെ വല്ല പഞ്ചായത്തിൽ പോയി ചെയ്യുന്നത്. ചാട്ടം നടക്കുന്നത് തൈക്കാടിശ്ശേരിയും താലൂര് ഗ്രൗണ്ടിലേക്ക് കൊണ്ട് നടക്കണം. അത് പഞ്ചായത്തിൻ്റെ ഏറ്റവും വലിയ പരാജയമല്ലേ. ഇത്രയും വർഷമായിട്ട് നടക്കുന്ന ഈ 2 മാസമായിട്ട് നടക്കുന്ന പരിപാടികളാണ്. അതിന് ഒരു വേദിയിലാന്ന് പറയുമ്പോൾ പഞ്ചായത്തിൻ്റെ ഏറ്റവും വലിയ പരാജയമാണല്ലോ. അത് എനിക്ക് പറയാനുള്ളത് അത് ആദ്യം തന്നെ ശരിയാക്കണം. അടുത്ത വർഷമെങ്കിലും ഓടാനും ചാടാനും വല്ലച്ചിറ ഗ്രാമത്തിൽ പറ്റാന്നുള്ള സ്ഥിതി വിശേഷം കൂടി ഉണ്ടാക്കണം. ഏത് ഭരണസമിതി ആയാലും എനിക്കതാണ് പറയാനുള്ളത്. ഞങ്ങളെപ്പോലെ വണ്ടി കൊണ്ടു നടക്കുന്ന ആൾക്കാരാണ്. റോഡ് എല്ലായിടത്തും പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുക. വികസനം ഉണ്ട് ഇല്ല എന്ന് പറയില്ല. ഞങ്ങളെപ്പോലെ വണ്ടിക്കാർക്ക് മെയിനായിട്ട് ഞങ്ങൾക്ക് റോഡാണ്. അല്ലാണ്ട് വേറെ മെയിനായിട്ട് അതല്ല, വേറെ സാധനങ്ങളൊന്നുമില്ല ഞങ്ങൾക്ക് വേണ്ടത്. റോഡിൽ ഞങ്ങളുടെ എൻ്റെ സംബന്ധിച്ച് എൻ്റെ 3-ാം വാർഡാണ്. 3-ാം വാർഡിൽ ഒരു വഴിക്ക് പോകാൻ പറ്റില്ല. കംപ്ലീറ്റ് കുണ്ടും കുഴി പറഞ്ഞു കിടക്കുക വഴി. വല്ലച്ചിറ ഗ്രാമപഞ്ചായത്തിൽ നമുക്കറിയാൻ പറ്റും ഒരു കലാഗ്രാമമാണ്. അതിനേക്കാൾ ഉപരി കാർഷിക മേഖലയെല്ലാം. പക്ഷേ കലാകാരന്മാർക്ക് വേണ്ട ഒരു പ്രാധാന്യമൊന്നും ഇവിടെ പഞ്ചായത്ത് തലത്തിലൊന്നും കിട്ടാറില്ല എന്ന് പറയണോ? യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടോ? കുറേ ഇത് പറയുന്നത് അങ്ങനെ ഉണ്ട്. ചില കാര്യങ്ങളുണ്ട് ഒരു അങ്ങനെ കൂടുതൽ കൊടുക്കണില്ല. കേരളോത്സവം അത്ര പ്രാധാന്യം കേരളോത്സവം അത്ര പ്രാധാന്യമില്ല. ഇവിടുത്തെ 64 വർഷമായിട്ട് ഓണാഘോഷ പരിപാടി നടക്കുന്നുണ്ട്. അതിൽ 54 വർഷം പങ്കെടുത്ത ഒരാളാണ്. നല്ലൊരു മൈതാനം പോലും ഇല്ല എന്നുള്ള അഭിപ്രായമാണ്. ഗ്രൗണ്ടും ഇല്ല, ഒന്നുമില്ല. താലൂർ സ്കൂളിൽ പോയിട്ടാണ് ഇവിടുത്തെ ഓട്ടം ചാട്ടം അങ്ങനെയുള്ള പരിപാടികളൊക്കെ നടത്തുന്നത്. ഇവിടെ പറ്റാണ്ടല്ല, അങ്ങനെ ഒരു സമയത്ത് ഇവിടെ ഗ്രൗണ്ടിൻ്റെ സ്ഥലമൊക്കെ മേടിച്ചിട്ടു. അവരത് ഇവിടുത്തെ ഭരണാധികാരികൾ ശരിക്കുള്ള അതിന് മുൻകൈ എടുത്ത് ചെയ്യാത്തതിൻ്റെ ഇവിടുത്തെ നാട്ടുകാർ നടത്തുന്ന ഓണാഘോഷം പേരും പ്രശസ്തിയും കൊണ്ടുപോകുന്നത് പഞ്ചായത്തുകാരാണ്. പഞ്ചായത്ത് അതിനെ നാട്ടുകാർ പിരിച്ച് അതിൽ ചിലപ്പോൾ രാഷ്ട്രീയക്കാർ മെമ്പർമാരൊക്കെ കുറേശ്ശെ പിരിക്കാൻ വരും. ഇപ്പോഴത്തെ ഈ പ്രാവശ്യം വന്നിട്ടില്ല, ഇലക്ഷനൊക്കെ ഉള്ള കാര്യം കൊണ്ട് വന്നിട്ടില്ല. അത് അവർ ഇപ്പോൾ ഇലക്ഷന് പിരിക്കാൻ പോകണം. അപ്പോൾ ഇതിന് കാശ് കിട്ടില്ല. അതിൻ്റെ ഒരു ഇതാണ്. കഴിഞ്ഞ 5 വർഷം എടുത്ത് നോക്കിയാൽ, കഴിഞ്ഞ 5 വർഷം മാത്രം എടുത്ത് നോക്കിയാൽ എങ്ങനെയുണ്ട് വല്ലച്ചിറ? 5 വർഷം എടുത്ത് നോക്കിയാൽ ഒട്ട ഭരണമാണ് ഇവിടെ നടന്നിരിക്കുന്നത്. അതിലൊരു സംശയമില്ല. ഒരു മാറ്റം വേണം ഇവിടെ. എൻ്റെ ഒരു അഭിപ്രായത്തിലൂടെ BJP വരുന്നത് എൻ്റെ ആഗ്രഹം. ഒരു മാറ്റം വേണം. ഉറപ്പായിട്ടും വേണം മാറ്റം. എന്നാലും നാട് തന്നോളൂ. നമ്മൾ മറ്റുള്ള കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കിയാൽ മതി. ശബരിമല കേസ്, അതേമാതിരി ഒരുപാട് കേസുകൾ ഇടതുപക്ഷം ചെയ്തുള്ള അക്രമങ്ങൾ. അതുകൊണ്ട് നമ്മളൊരു മാറ്റത്തിന് BJP വരണമെന്നാണ് ആഗ്രഹം. എന്തായാലും വല്ലച്ചിറയെ കുറിച്ച് നമ്മൾ ആഴത്തിലേക്ക് ഒന്ന് ഇറങ്ങിച്ചെന്ന് കഴിഞ്ഞാൽ ഇത് ഏറ്റവും വലിയൊരു അഭിപ്രായമാണ്. വല്ലച്ചിറ, ഞാൻ അധ്യായത്തിൻ്റെയൊക്കെ തുടക്കം പറഞ്ഞൊരു കാര്യമുണ്ട്. വല്ലച്ചിറ എന്ന് പറയുന്നത് കലാഗ്രാമമാണ്. നിരവധി കലാകാരന്മാർക്ക് ജന്മം കൊടുത്ത സ്ഥലമാണ്. പ്രിയനന്ദനെ പോലെയുള്ള അനുഗ്രഹീതരായ കലാകാരന്മാരൊക്കെ ഈ നാടിൻ്റെ സ്വത്താണ്. പക്ഷേ യഥാർത്ഥത്തിൽ കലാരംഗത്തും കായിക രംഗത്തും പഞ്ചായത്ത് തലത്തിൽ വേണ്ട രീതിയിലുള്ള ഒരു സഹായങ്ങളൊന്നും നൽകുന്നില്ല എന്ന് തന്നെയാണ് പൊതുജനം പറഞ്ഞത്. നല്ലൊരു മൈതാനത്തിനുള്ള ക്രമീകരണങ്ങൾ പോലും ഇന്ന് വരെയും നടത്തിയിട്ടില്ല എന്നും പറയുന്നു. ഓരോ ഓണക്കാലങ്ങൾ വരുമ്പോൾ നാട്ടിലുള്ള അതിയായ ആവേശത്തോടു കൂടി നാട്ടുകാർ ഒരുമിച്ച് ഓണാഘോഷങ്ങൾ ഗംഭീരമാക്കുമ്പോൾ അവിടെയുള്ള സ്വീകരണ കസേരയിൽ വന്നിരുന്ന് അല്ലേ? തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. ആ വാക്കാണല്ലോ കറക്റ്റ്. അതെ, അതിലൊരു മാറ്റമില്ല. അത് തന്നെയാണ് കറക്റ്റ്. അപ്പോൾ ഞാൻ
ആ ഒരു ഉറപ്പോടുകൂടി തന്നെ തുടരുകയാണ്. അത്തരം സ്വീകരണ കസേരകളിൽ വന്നിരുന്ന് ഹർഷാരവങ്ങൾ കേട്ട് വീശി കാണിക്കുന്ന തരത്തിലേക്ക് തന്നെയാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇവിടെ പോയിട്ടുള്ളൂ. അതല്ല വേണ്ടത്. മറിച്ച് വല്ലച്ചിറയുടെ പുതിയൊരു കാലഘട്ടത്തിലേക്ക് വല്ലച്ചിറയിൽ ഇനിയുള്ള മാറ്റങ്ങൾ ഉണ്ടാവുമെന്ന ഒരു ആഹ്വാനവും ഇവിടുന്ന് ഉയരുന്നുണ്ട്. എന്തായാലും നാളെ മറ്റൊരു ഗ്രാമപഞ്ചായത്തിൽ ഞങ്ങൾക്കും പറയാനുണ്ട് ടീം എത്തുന്നതാണ്. അതുവരെ എല്ലാ പ്രേക്ഷകർക്കും നന്ദി, നമസ്കാരം. അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ കിഴക്കുമുറി ഡിവിഷൻ UDF സ്ഥാനാർത്ഥി ആൻഡോ തൊറയന് കെട്ടിവെക്കാനുള്ള തുക നൽകി തൊഴിലുറപ്പ് തൊഴിലാളികൾ. താനിം ഗ്രാമപഞ്ചായത്ത് 5-ാം വാർഡിലെ തൊഴിലുറപ്പ് തൊഴിലാളികളാണ് തുക നൽകിയത്. അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് കിഴക്കുമുറി ഡിവിഷനിൽ UDF സ്ഥാനാർത്ഥിയായ ആൻഡോ തൊറയൻ നിലവിൽ താന്യം പഞ്ചായത്ത് 5-ാം വാർഡ് മെമ്പറുമാണ്. ADS പ്രസിഡന്റും തൊഴിലുറപ്പ് തൊഴിലാളിയുമായ വിജയ പ്രകാശൻ ചടങ്ങിൽ അധ്യക്ഷയായി. മേറ്റുമാരായ കിസ്മത്ത് പിയൂസ്, സജിത സുനിൽ, ലില്ലി ജോസ്, കൊമ്പൻ എന്നിവർ ചേർന്ന് കെട്ടിവെക്കാനുള്ള തുക കൈമാറി. ഇന്ദിര മൊഴിപറമ്പിൽ, വത്സല അശോകൻ, AV ആനി, അശോകൻ കൊന്നാടത്ത് എന്നിവർ സംസാരിച്ചു. ആസന്നമായിരിക്കുന്ന ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വരുന്ന ഡിസംബർ 14-ാം തീയതിയാണ്. നമുക്കറിയാം, കിഴക്കുമുറി ഡിവിഷനിൽ നമ്മൾ ജനവിധി വീണ്ടും തേടുകയാണ് ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനിലേക്ക്. അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് തൊഴിലുറപ്പ് തൊഴിലാളികൾ സ്വരൂപിച്ച അല്ലെങ്കിൽ കെട്ടിവയ്ക്കാനുള്ള തുക തന്നുകൊണ്ടാണ് നമ്മൾ സഹകരിച്ചിട്ടുള്ളത്. ഹൃദ്യമായി നന്ദി അറിയിക്കുന്നു. അപ്പോൾ തുടർന്നും നമുക്കറിയാം, നമ്മുടെ ഈ വാർഡിൽ ഈ മെമ്പറാകുന്നിടത്തോളം കാലഘട്ടത്തിൽ എല്ലാ കൊല്ലത്തിലും ഈ തൊഴിലുറപ്പ് തൊഴിലാളികളുമായിട്ടുള്ളൊരു കൂട്ടായ്മ നമ്മൾ സംഘടിപ്പിക്കാറുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഇനിയും തുടർന്നും എല്ലാ സഹകരണം ഉണ്ടാകുമെന്ന് മാത്രമാണ് സൂചിപ്പിക്കാനുള്ളത്. നാട്ടികയിൽ CPIയുടെ പ്രമുഖ നേതാവായിരുന്ന ശശി കടവലിന്റെ 10-ാം അനുസ്മരണം സംഘടിപ്പിച്ചു. പുഷ്പാർച്ചനയോടെയാണ് അനുസ്മരണ സമ്മേളനം നടത്തിയത്. CPI നാട്ടിക ലോക്കൽ സെക്രട്ടറി മണി നാട്ടിക അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ശശി കടവിലിന്റെ വേർപാട് തൊഴിലാളികൾക്ക് തീരാനഷ്ടമാണെന്ന് അദ്ദേഹം പറഞ്ഞു. CPI അസിസ്റ്റന്റ് സെക്രട്ടറി ബിജു കുയിലംപറമ്പിൽ അധ്യക്ഷനായി. മണ്ഡലം കമ്മിറ്റി അംഗം VV പ്രദീപ, LDF കൺവീനർ വിജയരാഘവൻ തട്ടുപറമ്പിൽ, 5-ാം വാർഡ് സ്ഥാനാർത്ഥി വിനീഷ് ചോറാട്ടിൽ, ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ മഹേഷ് നായരുശ്ശേരി, ബ്രാഞ്ച് സെക്രട്ടറി ഷാജു ശിവരാമൻ എന്നിവർ സംസാരിച്ചു. എരുമപ്പെട്ടിയിൽ വാടകയ്ക്ക് നൽകിയ വാഹനം തിരികെ ചോദിച്ച ഉടമയെ കാറിന്റെ ബോണറ്റിന് മുകളിലിട്ട് ഡ്രൈവറുടെ കാർ ഓടിക്കൽ. ബോണറ്റിന് മുകളിൽ കിടന്ന് നിലവിളിച്ച ഉടമ തന്നെ മൊബൈൽ ഫോണിൽ പകർത്തിയ ദൃശ്യങ്ങൾ പുറത്ത്. കാറുടമയായ ആലുവ സ്വദേശി സോളമനാണ് ജീവൻ അപായപ്പെടുത്തും വിധത്തിൽ ഡ്രൈവറുടെ പരാക്രമത്തിനിരയായത്. തിരൂർ സ്വദേശിയായ ബക്കറിന് വില കൂടിയ 2 കാറുകൾ സോളമൻ വാടകയ്ക്ക് നൽകിയിരുന്നു. പിന്നീട് ഈ വാഹനങ്ങൾക്ക് പകരം ബക്കറിന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥലം നൽകാമെന്ന ധാരണയായിരുന്നു. എന്നാൽ ഈ കരാർ ലംഘിക്കപ്പെട്ടതോടെ കാറുടമ വാഹനങ്ങൾ നഷ്ടപ്പെട്ടതായി കാണിച്ച് ആലുവ ബിനാനിപുരം പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരുന്നു. ഇതിനിടയിലാണ് ഉടമയായ സോളമൻ വാഹനങ്ങൾ അന്വേഷിച്ചെത്തിയത്. തുടർന്ന് ഉടമയുമായി വാഹനം വാടകയ്ക്കെടുത്ത ബക്കർ തർക്കത്തിൽ ഏർപ്പെട്ടു. തുടർന്ന് ഉടമയെ കാറിന്റെ ബോണറ്റിന് മുകളിലിട്ട് അപകടപ്പെടുത്താൻ ശ്രമിക്കും വിധം ഇയാൾ കാർ ഓടിക്കുകയായിരുന്നു. പരിഭ്രാന്തിയിലായ കാറുടമ നിലവിളിക്കുകയും മൊബൈൽ ഫോണിൽ ദൃശ്യങ്ങൾ പകർത്തുകയുമായിരുന്നു. ബോണറ്റിൽ കിടന്ന ഉടമയുമായി കിലോമീറ്ററുകളോളമാണ് ഡ്രൈവർ കാറുമായി സഞ്ചരിച്ചത്. സംഭവം കണ്ട നാട്ടുകാർ ചേർന്ന് എരുമപ്പെട്ടി പോലീസ് സ്റ്റേഷന് സമീപത്ത് വെച്ച് കാർ തടഞ്ഞു നിർത്തുകയായിരുന്നു. സംഭവത്തിൽ എരുമപ്പെട്ടി പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഒക്ടോബർ മാസം 30-ാം തീയതി കല്യാണാവശ്യം എന്ന് പറഞ്ഞിട്ട് വണ്ടി കൊണ്ടുപോയ വണ്ടിയാണ്. ഈ വണ്ടി കാണാതായിട്ടാണ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിരുന്നു. അതിനുശേഷം ഇവിടെ വെച്ച് ഈ വണ്ടി കണ്ടപ്പോൾ ഞാൻ വട്ടം നിന്ന് സംസാരിക്കുമ്പോൾ അയാളെ ഇടിച്ചിട്ടു. അപ്പോൾ ആ ഇടിച്ചിരുന്ന പുറത്ത് ഞാൻ ഈ വണ്ടിയുടെ മുകളിലേക്ക് ചാടി കയറി. ആ കണ്ടീഷനിൽ തന്നെ ഒരു 10 കിലോമീറ്ററിൽ ഓടിച്ചു പുള്ളി. പിന്നെ ഇവിടെ നാട്ടിലെല്ലാം കൂടി വട്ടം ചേർന്നിട്ടാണ് ഈ വണ്ടി പിടിച്ചിരുത്തിയതും എല്ലാം. ഇപ്പൊ എനിക്ക് ജീവൻ അന്വേഷിച്ചിട്ട് അതിങ്ങനെ കൊന്നാണ് ഇയാളുണ്ട്. ഈ പോലീസുകാരെ ഇടപെട്ടുണ്ട് അതല്ലേ? പോലീസുകാർ ഇപ്പൊ കേസെടുക്കാന്ന് പറഞ്ഞു. ഇതിന് വേണ്ടിയിട്ട് ഈ കൊണ്ടുപോയ രീതിയിൽ, കാരണം റോട്ടിൽ കൂടി ഇങ്ങനെ കൊണ്ടുപോകാൻ പാടില്ല, അതിലൊരു എടുക്കാന്ന് പറഞ്ഞു. എനിക്ക് എന്റെ വണ്ടി തിരിച്ചിടണം, എനിക്ക് എന്റെ നഷ്ടം കിട്ടണം. നിങ്ങളുടെ നാട്ടില് പരാതി കൊടുത്തിട്ടുണ്ടോ? നാട്ടിൽ പരാതി. എവിടെയാ സ്ഥലം? ബിനാനിപുരം സ്റ്റേഷൻ പരിധി. ഏതാ? ബിനാനിപുരം, ആലുവ. അവിടെ പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു വണ്ടി മിസ്സിംഗ് ആണ്. കയ്പമംഗലത്ത് വീടിനുള്ളിലെ വൈദ്യുതി ഉപകരണങ്ങൾ കത്തി നശിച്ചു. KSEBയുടെ 33 kV ടവർ ലൈനിൽ കാക്ക ഷോക്കേറ്റതിനെ തുടർന്നുണ്ടായ അമിത വൈദ്യുതി പ്രവാഹത്തിലാണ് വൈദ്യുതി ഉപകരണങ്ങൾ കത്തി നശിച്ചത്.
കയ്പമംഗലം ബോർഡ് കിഴക്ക് കണ്ടേങ്ങാട്ടിൽ സാജന്റെ വീട്ടിലെ വൈദ്യുതി ഉപകരണങ്ങളാണ് കത്തി നശിച്ചത്. ഇന്ന് രാവിലെ 8:30യോടെയാണ് സംഭവം. സാജന്റെ വീടിനോട് ചേർന്നാണ് 33 kV ടവർ ലൈൻ കടന്നുപോകുന്നത്. ഇതിൽ കാക്ക ഇടിച്ച് ഷോക്കേറ്റ് വീഴുകയായിരുന്നു. ഇതോടെ അമിത വൈദ്യുത പ്രവാഹം ഉണ്ടാവുകയും സാജന്റെ വീട്ടിലെ വൈദ്യുത മീറ്റർ ഉൾപ്പെടെയുള്ള ഉപകരണങ്ങൾ കത്തി നശിക്കുകയുമായിരുന്നു. ഫാൻ, മെയിൻ സ്വിച്ച് ബോർഡുകൾ, വയറിംഗ്, മറ്റുപകരണങ്ങളും ഉൾപ്പെടെ കത്തി നശിച്ചു. സംഭവസമയം വീടിനുള്ളിൽ ആളുകൾ ഉണ്ടായെങ്കിലും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ഉഗ്രശബ്ദത്തോടെയാണ് പൊട്ടിത്തെറി ഉണ്ടായതെന്ന് വീട്ടുകാർ പറഞ്ഞു. 1 വർഷം മുൻപും സമാന രീതിയിൽ ഷോർട്ട് സർക്യൂട്ട് മൂലം അപകടമുണ്ടായെന്നും 1.5 ലക്ഷം രൂപ ചിലവാക്കിയാണ് വയറിംഗ് പൂർണ്ണമായും മാറ്റിയതെന്നും വീട്ടുടമ പറഞ്ഞു. തൊട്ടടുത്ത വീടുകളിലും നാശനഷ്ടമുണ്ടായിട്ടുണ്ട്. KEB മാനദണ്ഡങ്ങൾ പൂർണ്ണമായും പാലിക്കാതെയാണ് 33 kV ലൈൻ സ്ഥാപിച്ചിട്ടുള്ളതെന്ന് നാട്ടുകാർ പറയുന്നു. നിയമസഭ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ വോട്ടർ പട്ടിക നവീകരണത്തിന്റെ ഭാഗമായുള്ള എന്യൂമറേഷൻ ഫോമുകൾ ചൊവ്വൂർ വില്ലേജ് പരിധിയിലെ വീടുകളിൽ BLOമാർ എത്തിച്ചിരിക്കുകയാണ്. ചൊവ്വൂർ വില്ലേജിന്റെ പരിധിയിൽ വരുന്ന ബൂത്ത് നമ്പർ 154 മുതൽ 166 വരെയുള്ള എല്ലാ ബൂത്തുകളിലെയും എന്യൂമറേഷൻ ഫോമുകൾ നവീകരിക്കുവാൻ ഒരു ഹെൽപ്പ് ഡെസ്ക് സജ്ജീകരിച്ചിരിക്കുകയാണ്. ചേർപ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ശനി, ഞായർ ദിവസങ്ങളിൽ ഹെൽപ്പ് ഡെസ്ക് പ്രവർത്തിക്കുന്നതാണ്. രാവിലെ 10 മണി മുതൽ വൈകിട്ട് 4 വരെയാണ് ഹെൽപ്പ് ഡെസ്ക് പ്രവർത്തിക്കുക. ചൊവ്വൂർ വില്ലേജ് ഓഫീസിന്റെ നേതൃത്വത്തിൽ ഒരുക്കിയ ക്യാമ്പ് എല്ലാ സമ്മതിദായകരും ഉപയോഗിക്കണമെന്ന് വില്ലേജ് ഓഫീസർ അഭ്യർത്ഥിച്ചു. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന LDF സ്ഥാനാർത്ഥികൾ പത്രിക സമർപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്തിൽ CPIM സ്ഥാനാർത്ഥികൾ 9 ഡിവിഷനിലും CPI 5 ഡിവിഷനിലുമാണ് മത്സരിക്കുന്നത്. അവണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന UDF സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. ആനക്കല് സെന്ററിൽ നിന്ന് പ്രവർത്തകർ പങ്കെടുത്ത പ്രകടനത്തോടെയാണ് പത്രിക സമർപ്പണം നടന്നത്. വല്ലച്ചിറ ഗ്രാമപഞ്ചായത്തിലെ 16 വാർഡുകളിലെ UDF സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.